4500 വർഷങ്ങളായി പിരമിഡിന്റെ ഉള്ളിൽ ഒരു ചോദ്യം അടഞ്ഞു കിടക്കുന്നു. ശൂന്യമായ ശവപ്പെട്ടി, കാണാതായ രാജാവ്, തുറക്കാത്ത രഹസ്യ വഴികൾ. പക്ഷെ ലോകം ശരിക്കും ഭയന്നത് പിരമിഡിനെയല്ല. 1922 ഹൊവാർഡ് കാർട്ടർ ഒരു അടഞ്ഞ വാതിലിൽ ചെറിയൊരു തുളയുണ്ടാക്കി അകത്തേക്ക് നോക്കി. അവൻ കണ്ടത് സ്വർണം മാത്രമായിരുന്നില്ല, ലോകത്തെ വിറപ്പിച്ച ഒരു കഥയായിരുന്നു. ഫറവോന്റെ ശാപം. ആ ശാപം സത്യമാണോ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഭയമോ? വെൽക്കം ബാക്ക് ടു ദി ചുരുൾ. ഗിസയിലെ മണലിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി 3 വലിയ പിരമിഡുകൾ നിൽക്കുന്നു. കുഹുവിൻ്റെ മഹാപിരമിഡ്, അദ്ദേഹത്തിൻ്റെ മകൻ ഖഫ്രയുടെ പിരമിഡ്, പിന്നെ മെൻകൗറയുടെ പിരമിഡ്. പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇവ വെറും കല്ലുകൊണ്ടുണ്ടാക്കിയ സ്മാരകങ്ങൾ പോലെ തോന്നും. പക്ഷെ പുരാതന ഈജിപ്തുകാർക്ക് പിരമിഡ് ഒരു കെട്ടിടം മാത്രമായിരുന്നില്ല, അത് മരണാനന്തര ലോകത്തിലേക്കുള്ള കവാടമായിരുന്നു. രാജാവിൻ്റെ ശരീരം മമ്മിയാക്കി ഭക്ഷണം, വസ്ത്രം, ആഭരണം, ആയുധം, ദൈവപ്രതിമകൾ എന്നിവയോടൊപ്പം സംസ്കരിച്ചു. കാരണം മരണം അവരുടെ വിശ്വാസത്തിൽ അവസാനമല്ലായിരുന്നു, മറ്റൊരു ലോകത്തിലേക്കുള്ള യാത്രയുടെ തുടക്കമായിരുന്നു. പിരമിഡ് രാജാവിൻ്റെ ശരീരത്തിന് ഒരു കോട്ടയും ആത്മാവിന് ആകാശത്തിലേക്കുള്ള ഒരു പടവുമായിരുന്നു. പക്ഷെ ഇന്നും ചോദ്യം ബാക്കി നിൽക്കുന്നു. ഈ കല്ലുകൊട്ടാരങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ എന്താണ്? കുഹുവിൻ്റെ മഹാപിരമിഡിനുള്ളിലേക്ക് കടന്നാൽ ആദ്യം കാത്തിരിക്കുന്നത് വെളിച്ചമല്ല, ഇരുട്ടാണ്. താഴേക്ക് ചരിഞ്ഞു പോകുന്ന ഇടുങ്ങിയ വഴിയാണ് ആദ്യം കാണുന്നത്. ഇതാണ് ഡിസെൻഡിങ് പാസേജ്. നിവർന്ന് നടക്കാൻ പോലും പറ്റാത്തത്ര താഴ്ന്ന വഴി. പുറത്തു നിന്നുള്ള വെളിച്ചം പതുക്കെ അപ്രത്യക്ഷമാകും. ശ്വാസത്തിൻ്റെ ശബ്ദം കല്ലുകളിൽ തട്ടി തിരിച്ചു വരും. ആ വഴിയുടെ അവസാനം ഭൂമിക്കടിയിലുള്ള ഒരു വിചിത്ര മുറിയിലേക്കെത്തും. സബ്റ്ററേനിയൻ ചേംബർ. പക്ഷെ അത് പൂർണ്ണമായി തീർന്ന മുറിയല്ല. നിലം അസമം, ചുമരുകൾ മിനുക്കിയിട്ടില്ല. ഒരു ഭാഗത്ത് കുഴി, മറ്റൊരു ഭാഗത്ത് എവിടേക്കും എത്താത്ത ചെറിയ തുരങ്കം. ഇവിടെ മമ്മിയില്ല, ശവപ്പെട്ടിയില്ല, ആഭരണങ്ങളില്ല, മന്ത്രങ്ങളില്ല, എല്ലാം ശൂന്യം. പക്ഷെ ചിലപ്പോൾ ശൂന്യത തന്നെയാണ് ഏറ്റവും വലിയ മിസ്റ്ററി. ഡിസെൻഡിങ് പാസേജിൽ നിന്ന് മറ്റൊരു വഴി മുകളിലേക്ക് ഉയരുന്നു. ഇതാണ് അസെൻഡിങ് പാസേജ്. പുരാതന കാലത്ത് ഈ വഴി വലിയ ഗ്രാനൈറ്റ് കല്ലുകൾ കൊണ്ട് അടച്ചിരുന്നു. കള്ളന്മാർക്ക് ഈ വഴിയുണ്ടെന്ന് പോലും മനസ്സിലാകാതിരിക്കാനായിരിക്കാം അത്. സിനിമകളിൽ കാണുന്നത് പോലെ വിഷമുള്ള അമ്പുകളോ വീഴുന്ന നിലമോ ഒന്നുമില്ല. യഥാർത്ഥ സുരക്ഷാ സംവിധാനം ലളിതമായിരുന്നു. വഴി മറച്ചു വയ്ക്കുക, ഗ്രാനൈറ്റ് കൊണ്ട് തടയുക, രാജാവിൻ്റെ മുറി എവിടെയെന്ന് രഹസ്യമാക്കുക. ഈ വഴി മുകളിലേക്ക് പോയാൽ ഒരു വഴിത്തിരിവിലെത്തും. ഒരു വഴി നേരെ പോകുന്നു, മറ്റൊരു വഴി കുത്തനെ മുകളിലേക്ക്. നേരെ പോകുന്ന വഴി നമ്മെ കൊണ്ടുപോകുന്നത് ഇന്ന് ക്യൂൻസ് ചേംബർ എന്ന് വിളിക്കുന്ന മുറിയിലേക്കാണ്. ക്യൂൻസ് ചേംബർ പേര് കേൾക്കുമ്പോൾ കുഹുവിൻ്റെ രാജ്ഞിയെ ഇവിടെ സംസ്കരിച്ചിരിക്കും എന്ന് തോന്നും. പക്ഷേ അതിന് തെളിവില്ല. ഈ പേര് പിന്നീട് വന്നതാണ്. മുറിയുടെ മേൽക്കൂര ത്രികോണാകൃതിയിൽ ഉയരുന്നു. കിഴക്കൻ ചുമരിൽ ഒരു ഉയരമുള്ള നീഷുണ്ട്. ചിലർ കരുതുന്നത് ഇവിടെ ഒരിക്കൽ രാജാവിൻ്റെ സ്റ്റാച്യു, ആത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതിമ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ്. പക്ഷേ ഇവിടെ ശവപ്പെട്ടിയില്ല, മമ്മിയില്ല, ചിത്രങ്ങളില്ല, മന്ത്രങ്ങൾ ഒന്നും തന്നെയില്ല. എന്നാൽ ഈ മുറിയിലെ ഏറ്റവും വലിയ രഹസ്യം ചുമരുകളിലെ 2 ചെറിയ ദ്വാരങ്ങളാണ്. വടക്കൻ ചുമരിൽ ഒന്ന്, തെക്കൻ ചുമരിൽ മറ്റൊന്ന്. ഒരു മനുഷ്യന് കടക്കാൻ കഴിയാത്തത്ര ചെറിയ വഴികൾ. ഇവ എവിടേക്ക് പോകുന്നു? വായു സഞ്ചാരത്തിനാണോ, അതോ ആത്മാവിൻ്റെ യാത്രയ്ക്കാണോ, അല്ലെങ്കിൽ മറ്റൊരു മറഞ്ഞ മുറിയിലേക്കാണോ? ഇതിന് ഉത്തരം കണ്ടെത്താൻ മനുഷ്യരെയല്ല, ചെറിയ റോബോട്ടുകളെയാണ് അകത്തേക്ക് അയച്ചത്. റോബോട്ട് ഷാഫ്റ്റിലൂടെ മുന്നോട്ട് പോയപ്പോൾ വഴിയുടെ അവസാനം ഒരു മിനുസമുള്ള കല്ല് കണ്ടു. ആ കല്ലിൽ 2 ചെമ്പ് ഫിറ്റിങ്സ്, ഒരു വാതിലിൻ്റെ പിടി പോലെ. അതിന് അപ്പുറം ചെറിയൊരിടം, പിന്നെ വീണ്ടും മറ്റൊരു കല്ല്. ഇത് യഥാർത്ഥ വാതിലാണോ, അതോ പിരമിഡ് ഇന്നും മറച്ചു വെക്കുന്ന മറ്റൊരു രഹസ്യമോ? ഉത്തരം ഇന്നും വ്യക്തമല്ല. ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ പിരമിഡിൻ്റെ ഏറ്റവും അത്ഭുതകരമായ അകത്തളത്തിലേക്ക് എത്തും, ഗ്രാൻഡ് ഗാലറി. ഇത് സാധാരണ ഇടനാഴിയല്ല, ഏകദേശം 47 മീറ്റർ നീളമുള്ള വലിയ കൽവഴി, ഏകദേശം 9 മീറ്റർ ഉയരം. താഴെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു കല്ല് പർവ്വതത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് പോലെ തോന്നും. ചുമരുകളുടെ ഓരോ പാളിയും മുകളിലേക്ക് പോകുമ്പോൾ അല്പം അകത്തേക്ക് നീളുന്നു. മേൽക്കൂര പതുക്കെ ചുരുങ്ങുന്നു. ഇതാണ് കോർബെൽഡ് കൺസ്ട്രക്ഷൻ. ഗ്രാൻഡ് ഗാലറിയുടെ ഇരുവശത്തും ഉയർന്ന പ്ലാറ്റ്ഫോമുകൾ കാണാം. അതിൽ ഒരേ അകലത്തിൽ മുറിച്ച സ്ലോട്ട്സ് പോലെയുള്ള കുഴികളുമുണ്ട്. ഇവ എന്തിനായിരുന്നു? മരം കൊണ്ടുള്ള തൂണുകൾക്കാണോ, അതോ ശവപ്പെട്ടി മുകളിലേക്ക് വലിച്ചുയർത്താനായിരുന്നോ, അല്ലെങ്കിൽ വഴികൾ അടയ്ക്കാനായിരുന്നോ? തെളിവ് പൂർണ്ണമല്ല. ഗ്രാൻഡ് ഗാലറി ഒരു വഴിയോ ഒരു യന്ത്രത്തിൻ്റെ ഭാഗമോ
ഒരു ആചാരപാതയോ എന്ന സംശയം ഇന്നും തുടരുന്നു. ഈ ഗാലറിയുടെ അറ്റത്ത് ചെറിയൊരു താഴ്ന്ന വഴി, അത് കടന്നാൽ മഹാപിരമിഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുറിയിലേക്ക് എത്തും. കിങ്സ് ചേംബർ. കിങ്സ് ചേംബർ കുഫു രാജാവിൻ്റെ സംസ്കാര മുറിയായി കരുതപ്പെടുന്ന സ്ഥലം. ഈ മുറി സാധാരണ കല്ലുകൊണ്ടല്ല, ചുവന്ന ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഗ്രാനൈറ്റ് വളരെ ദൂരെ അസ്വാനിൽ നിന്നാണ് കൊണ്ടുവന്നത്. മുറിയുടെ ഉള്ളിൽ ഒരു വലിയ ഗ്രാനൈറ്റ് ശവപ്പെട്ടിയുണ്ട്. പക്ഷെ അത് ശൂന്യമാണ്. മൂടിയില്ല, സ്വർണമില്ല, രാജാവിൻ്റെ ആഭരണങ്ങൾ ഒന്നും തന്നെയില്ല. അപ്പോൾ പിന്നെ കുഫുവിൻ്റെ ശരീരം എവിടെയാണ്? കള്ളന്മാർ എടുത്തുകൊണ്ടുപോയോ? പുരോഹിതർ അത് മറ്റൊരിടത്തേക്ക് മാറ്റിയോ? അല്ലെങ്കിൽ ഈ മുറി യഥാർത്ഥ സംസ്കാര മുറിയല്ലായിരുന്നോ? മുറിയുടെ ചുമരുകളിൽ ശാപവാക്കുകളില്ല, രാജാവിൻ്റെ ചിത്രങ്ങളില്ല, മന്ത്രങ്ങളില്ല, എല്ലാം നിശബ്ദം. പക്ഷെ ഈ മുറിയുടെ മുകളിൽ മറ്റൊരു രഹസ്യമുണ്ട്. ഭാരം നേരിട്ട് മേൽക്കൂരയിൽ പതിക്കാതിരിക്കാൻ മുറിക്ക് മുകളിൽ 5 ചെറിയ ഇടങ്ങൾ നിർമ്മിച്ചു. ഇവയാണ് റിലീവിംഗ് ചേംബേഴ്സ്. അവിടെയാണ് ചുവന്ന കൺസ്ട്രക്ഷൻ മാർക്സ് കണ്ടെത്തിയത്. തൊഴിലാളികളുടെ അടയാളങ്ങൾ, കുഫുവിൻ്റെ പേരടങ്ങുന്ന വർക്ക് ഗ്യാങ് നെയിംസ്. അത് രാജാവിൻ്റെ ഭംഗിയല്ല, ഒരു സാധാരണ മനുഷ്യൻ്റെ കൈപ്പാട്. 4500 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരാളുടെ സാന്നിധ്യം. ഇതുവരെ നമ്മൾ കണ്ടത് കല്ലുകൾ, ഇടുങ്ങിയ വഴികൾ, അടഞ്ഞ ഷാഫ്റ്റുകൾ, ഗ്രാൻഡ് ഗാലറി, കിങ്സ് ചേംബർ, ശൂന്യമായ ശവപ്പെട്ടി, കാണാതായ രാജാവ്. ഇവയെല്ലാം ചേർന്ന് ഒരു ചോദ്യമുയർത്തുന്നു. ഇത്തരം രാജകീയ ശവകുടീരങ്ങൾ തുറന്നാൽ ശരിക്കും അപകടമുണ്ടാകുമോ? മരിച്ച രാജാക്കന്മാരുടെ സമാധാനം തകർത്താൽ അതിന് ഒരു വില കൊടുക്കേണ്ടി വരുമോ? കുഫുവിൻ്റെ പിരമിഡിൽ ശാപം എഴുതിയ ചുമരുകൾ നമുക്ക് കാണാനാകില്ല. പക്ഷേ ലോകത്തെ ഭയപ്പെടുത്തിയ ശാപകഥ ജനിച്ചത് മറ്റൊരു സ്ഥലത്താണ്. ഗിസയിലല്ല, പിരമിഡിനുള്ളിലുമല്ല, ഈജിപ്തിലെ വാലി ഓഫ് ദ കിങ്സ് എന്ന ശവകുടീര താഴ്വരയിലാണ്. അവിടെ മണ്ണിനടിയിൽ മറിഞ്ഞു കിടന്നിരുന്ന ഒരു ചെറുപ്പക്കാര രാജാവിൻ്റെ ശവകുടീരം. ചരിത്രം ഏകദേശം മറന്നുപോയൊരു രാജാവ്. പക്ഷേ അവൻ്റെ ശവകുടീരം തുറന്ന നിമിഷം ലോകം ഒരു കഥ വിശ്വസിക്കാൻ തുടങ്ങി. മരിച്ച രാജാക്കന്മാർ അവരുടെ ഉറക്കം തകർത്തവരെ വെറുതെ വിടില്ല. ആ രാജാവിൻ്റെ പേര് ടൂട്ടൻഖാമൻ. 1922 ഹൊവാർഡ് കാർട്ടർ എന്ന പുരാവസ്തു ഗവേഷകൻ വർഷങ്ങളായി വാലി ഓഫ് ദ കിങ്സിൽ ഖനനം നടത്തുകയായിരുന്നു. അദ്ദേഹത്തിന് പണം നൽകിയിരുന്നത് ലോർഡ് കാർണവോൺ എന്ന വ്യക്തിയാണ്. പക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും വലിയ കണ്ടെത്തലുകളൊന്നും ഉണ്ടായിട്ടില്ല. കാർണവോൺ ഇനി ഫണ്ടിങ് നിർത്താൻ തീരുമാനിച്ചു. അപ്പോഴാണ് കാർട്ടർ ഒരവസരം കൂടി ചോദിച്ചത്. അവസാന അവസരം. ആ അവസാന ശ്രമത്തിലാണ് ഒരു തൊഴിലാളിയുടെ കൈ മണ്ണിനടിയിൽ മറിഞ്ഞിരുന്ന ഒരു പടിക്കെട്ടിൽ തട്ടിയത്. പടികൾ താഴേക്ക് പോയി. അവസാനം ഒരു അടഞ്ഞ വാതിൽ. ആ വാതിലിൽ പുരാതന മുദ്രകൾ. ആ മുദ്രകൾ പറയുന്നത് ഒരു കാര്യം മാത്രം: ഈ ശവകുടീരം ആരും തുറന്നിട്ടില്ല. 3000 വർഷത്തോളം അടഞ്ഞു കിടന്നിരുന്ന വാതിലിന് മുന്നിൽ കാർട്ടർ നിന്നു. അകത്തെന്താണെന്ന് ആർക്കും അറിയില്ല. സ്വർണമാണോ, മമ്മിയാണോ, അതോ എന്തെങ്കിലും മുന്നറിയിപ്പാണോ, ആർക്കും അറിയില്ല. കാർട്ടർ വാതിൽ പതിയെ തുറന്നു. അകത്തേക്ക് നോക്കി. കയ്യിൽ ക്യാൻഡിൽ, പിന്നിൽ ലോർഡ് കാർണവോൺ. കാർണവോൺ ചോദിച്ചു, "Can you see anything?" കാർട്ടർ പറഞ്ഞത് ചരിത്രമായി. "Yes, wonderful things." അകത്ത് കണ്ടത് ലോകത്തെ ഞെട്ടിച്ചു. സ്വർണം, രാജകീയ സിംഹാസനം, രഥങ്ങൾ, ദൈവപ്രതിമകൾ, ഭക്ഷണപാത്രങ്ങൾ, ശവസംസ്കാര വസ്തുക്കൾ, ഒന്നിനു മുകളിൽ ഒന്നായി കിടക്കുന്ന ആയിരക്കണക്കിന് വസ്തുക്കൾ. ഒരു മറന്നുപോയ രാജാവ് വീണ്ടും ലോകത്തിന് മുന്നിൽ തിരികെ വന്നു. ടൂട്ടൻഖാമൻ ചെറുപ്പത്തിൽ രാജാവായി, ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. ചരിത്രത്തിൽ നിന്ന് ഏകദേശം മാഞ്ഞുപോയി. പക്ഷെ അവൻ്റെ ശവകുടീരം തുറന്ന നിമിഷം അവൻ വീണ്ടും ജീവിച്ചു. അത് പക്ഷെ ചരിത്രത്തിലല്ല, ലോകത്തിൻ്റെ ഭയത്തിലും കൗതുകത്തിലും. ശവകുടീരം തുറന്നതിനെക്കുറിച്ച് മാസങ്ങൾക്കകം ഒരു വാർത്ത വന്നു. ലോർഡ് കാർണവോൺ മരിച്ചു. ശവകുടീരം തുറക്കാൻ പണം നൽകിയ മനുഷ്യൻ. അകത്തേക്ക് ആദ്യം കടന്നവരിൽ ഒരാൾ. പത്രങ്ങൾക്ക് ഇത് മതി. അവർ ചോദിച്ചു, ഇത് സാധാരണ മരണമാണോ, അല്ലെങ്കിൽ ശവകുടീരം തുറന്നതിന് കിട്ടിയ ശിക്ഷയാണോ? കഥകൾ പടർന്നു. കാർണവോൺ മരിച്ച രാത്രിയിൽ കെയ്റോവിലെ ലൈറ്റുകളെല്ലാം അണഞ്ഞു. അതേ സമയത്ത് ഇംഗ്ലണ്ടിൽ അദ്ദേഹത്തിൻ്റെ നായ മരിച്ചു എന്നും പറഞ്ഞു. ഇത് സത്യമായിരുന്നോ? ആർക്കും ഉറപ്പിച്ച് പറയാനാവില്ല. പക്ഷെ ലോകം തീരുമാനിച്ചു. ഫറവോൻ്റെ ശാപം തുടങ്ങി. കാർണവോൻ്റെ മരണത്തിന് ശേഷം ടൂട്ടൻഖാമൻ്റെ ടോംബിനോട് ബന്ധമുള്ള പല പേരുകളും പത്രങ്ങൾ ചേർത്തു തുടങ്ങി. കാർട്ടറിൻ്റെ സംഘത്തിലെ ചിലർ മരിച്ചു. ചില വാർത്തകൾ പറഞ്ഞു ശവകുടീരം തുറന്നതുമായി ബന്ധമുള്ള 17 പേർ മരിച്ചു. ഒരാളുടെ പേര് എക്സ്റേ എക്സ്പേർട്ടായി വന്നു. മറ്റൊരാൾ കാർട്ടറിൻ്റെ സഹായിയായി.
മറ്റൊരാൾ കാർണവോറിൻ്റെ ബന്ധുവായി, വേറൊരാൾ ടൂട്ടൻഖാമൻ്റെ വംശജൻ എന്ന് അവകാശപ്പെട്ട ആളായി. മരണങ്ങൾ പലതായിരുന്നു, കാരണം പലതായിരുന്നു. പക്ഷെ പത്രങ്ങൾ അവയെല്ലാം ഒരു വരിയിൽ ചേർത്തു: ദ കേഴ്സ് ഓഫ് ഫറവോ. ഇവിടെ ഒരു കാര്യം ഓർക്കണം, മരണം മനുഷ്യന് സാധാരണ സംഭവമാണ്. പക്ഷേ ഒരു ശവകുടീരം തുറന്നതിന് ശേഷം മരണങ്ങൾ സംഭവിച്ചാൽ മനുഷ്യൻ്റെ മനസ്സ് അതിനെ സാധാരണ മരണമെന്നല്ല കാണുക. അതിന് ഒരു രൂപം കൊടുക്കും, അതിന് ഒരു പേര് നൽകും: ശാപം. പക്ഷെ കാർണവോൻ്റെ മരണത്തിന് മറ്റൊരു വിശദീകരണം കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു കൊതുക് കടിച്ചിരുന്നു. ആ ഭാഗം ഷേവ് ചെയ്യുമ്പോൾ മുറിഞ്ഞു, അണുബാധയുണ്ടായി, അത് ഗുരുതരമായി. അങ്ങനെ അദ്ദേഹം മരിച്ചു. അപ്പോൾ ചോദ്യം വരും, ഇതെല്ലാം ഒരു ഇൻഫെക്ഷൻ മാത്രമായിരുന്നോ? അപ്പോൾ കെയറോയിലെ ലൈറ്റ് പോയതോ? അത് ആ കാലത്ത് സാധാരണ സംഭവമായിരുന്നു. അപ്പോൾ നായയുടെ മരണം, അതിന് ഉറച്ച തെളിവില്ല. പക്ഷെ സാധാരണ വിശദീകരണം ആരും കേൾക്കാൻ ആഗ്രഹിച്ചില്ല. കാരണം ലോകം ഇതിനോടകം തന്നെ മറ്റൊരു കഥ തിരഞ്ഞെടുത്തിരുന്നു: മരിച്ച രാജാവ് പ്രതികാരം ചെയ്യുന്നു. ഈ കഥയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു വരിയുണ്ട്: ഈ ശവകുടീരം തൊടുന്നവന് മരണം ചിറകുകളോടെ വരും, അല്ലെങ്കിൽ അതുപോലൊരു മുന്നറിയിപ്പ്. പക്ഷേ ടൂട്ടൻഖാമൻ്റെ ടോംബിൽ അത്തരത്തിലുള്ള ഫേമസ് കേഴ്സ് ഇൻസ്ക്രിപ്ഷൻ ഉറപ്പായി കണ്ടെത്തിയിട്ടില്ല. കാർട്ടറിൻ്റെ രേഖകളിലും അതിൻ്റെ ഉറച്ച തെളിവില്ല. എങ്കിലും പുരാതന ഈജിപ്തുകാർ ശാപങ്ങൾ വിശ്വസിച്ചിരുന്നു. ചില ശവകുടീരങ്ങളിൽ ടോംബ് റോബേഴ്സിനെ ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു. ഈ ശവകുടീരം നശിപ്പിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും, ദേവന്മാർ അവനെ ശപിക്കും, മരണാനന്തര ലോകത്തിൽ അവനെ സമാധാനം ലഭിക്കില്ല. ഇത്തരം ആശയങ്ങൾ പഴയ ഈജിപ്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ടൂട്ടൻഖാമൻ്റെ കേഴ്സ് കഥയിൽ വലിയ പങ്ക് വഹിച്ചത് പുരാതന എഴുത്തുകളെക്കാൾ ആധുനിക പത്രങ്ങളിലായിരുന്നു. ഇതിനിടെ കാർട്ടറിൻ്റെ ലക്ഷ്യം ടോംബിലെ വസ്തുക്കൾ മാത്രമായിരുന്നില്ല. അവസാനം അവൻ എത്തേണ്ടത് രാജാവിൻ്റെ മമ്മിയിലേക്കായിരുന്നു. ടൂട്ടൻഖാമൻ്റെ കോഫിനുകൾ ഒന്നിനുള്ളിൽ മറ്റൊന്നെന്ന രീതിയിലായിരുന്നു. ഷ്രൈൻസ്, സാർക്കോഫാജി, കോഫിൻസ്, അവസാനം ഗോൾഡൻ മാസ്ക്. പക്ഷെ മമ്മി കോഫിനോട് ഒട്ടിക്കിടക്കുകയായിരുന്നു. എംബാമിങ്ങിൽ ഉപയോഗിച്ച റെസിൻ കാരണം ശരീരം കോഫിനിൽ ചേർന്നിരുന്നു. കാർട്ടർ ആ മമ്മിയെ പുറത്തെടുക്കാൻ ശക്തമായി ശ്രമിച്ചു. ഇന്ന് നോക്കുമ്പോൾ അതൊരു ക്രൂരമായ രീതിയായിരുന്നു. മമ്മിയുടെ ശരീരം കേടായി, ചില ഭാഗങ്ങൾ വേർതിരിക്കപ്പെട്ടു. പിന്നീട് അത് വീണ്ടും ചേർത്ത് വയ്ക്കാൻ ശ്രമിച്ചു. അന്നത്തെ കാലത്ത് ആർക്കിയോളജിസ്റ്റുകൾ ട്രഷറിനെയാണ് കൂടുതൽ ശ്രദ്ധിച്ചത്. ഇന്നത്തെ പോലത്തെ മെഡിക്കൽ പ്രിസർവേഷൻ, DNA സേഫ്റ്റി, ഗ്ലൗസ്, മാസ്ക്, CT സ്കാൻ ഇതൊന്നും അന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ടപ്പോൾ ചിലർ വീണ്ടും ചോദിച്ചു, ഒരു രാജാവിൻ്റെ ശരീരം ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്താൽ അതിന് മറുപടി വരില്ലേ? ഇതാണ് ശാപകഥയ്ക്ക് വീണ്ടും തീ കൊടുത്തത്. വർഷങ്ങൾക്ക് ശേഷം ശാസ്ത്രം ഈ കഥയുടെ പിന്നിൽ പോയി ഒരു തിയറി ഉണ്ടാക്കി. പഴയ അടഞ്ഞ ശവകുടീരങ്ങളിൽ ഫംഗസ് ഉണ്ടാകാം. ഫംഗൽ സ്പോർസ് ശ്വസിച്ചാൽ രോഗം വരാം. പോളണ്ടിൽ ഒരു പഴയ രാജാവിൻ്റെ ശവകുടീരം തുറന്നതിന് ശേഷം ചിലർ മരിച്ചപ്പോൾ അവിടെ അപകടകാരിയായ ആസ്പെർഗില്ലസ് ഫ്ലാവോസ് ഫംഗസ് കണ്ടെത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ടൂട്ടൻഖാമൻ്റെ ടോംബിലും അതുപോലെ ഫംഗസ് ഉണ്ടായിരുന്നു. പക്ഷേ വാലി ഓഫ് ദ കിങ്സ് വളരെ വരണ്ട പ്രദേശമാണ്. അത്തരം ഫംഗസ് വളരാൻ അവിടെ സാധ്യത കുറവാണെന്ന് ഗവേഷകർ കണ്ടെത്തി. അതുകൊണ്ട് ഫംഗസ് തിയറി മാത്രം കൊണ്ട് ടൂട്ടൻഖാമൻ്റെ കേഴ്സ് വിശദീകരിക്കാൻ കഴിയില്ല. മറ്റൊരു വിശദീകരണം ശാസ്ത്രം മനുഷ്യൻ്റെ മനസ്സിൽ കണ്ടു. അതാണ് നോസിബോ എഫക്റ്റ്. ഒരു കാര്യം തനിക്ക് ദോഷം ചെയ്യും എന്ന് ഒരാൾ ശക്തമായി വിശ്വസിച്ചാൽ ആ ഭയം ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും. ഞാൻ ശപിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഉറക്കം നഷ്ടപ്പെടാം, ഉത്കണ്ഠ വരാം, ഹൃദയമെടുപ്പ് കൂടാം, ശരീരത്തിൽ പല ലക്ഷണങ്ങളും തോന്നാം, ആത്മവിശ്വാസം തകരാം. അപ്പോൾ ശാപം പുറത്തുനിന്ന് വരേണ്ടതില്ല, മനുഷ്യൻ്റെ ഉള്ളിൽ തന്നെ അത് പ്രവർത്തിക്കും. അതുകൊണ്ടാണ് കേഴ്സ് എന്ന ആശയത്തിന് ഇത്ര ശക്തി. കാരണം മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങളെയാണ്. അതായത് മരണം, രോഗം, അപകടം, അറിയാത്ത കാര്യങ്ങൾ. ഇവ ഒന്നിച്ചു വന്നാൽ മനുഷ്യൻ അതിനൊരു പേര് നൽകും: ശാപം. ടൂട്ടൻഖാം തന്നെ ഇന്നും ഒരു മിസ്റ്ററിയാണ്. അവൻ വളരെ ചെറുപ്പത്തിൽ മരിച്ചു. അവൻ്റെ ശവകുടീരം ഒരു വലിയ ഫറവോന് യോജിച്ചതുപോലെ വലുതായിരുന്നില്ല. അവൻ്റെ സംസ്കാരം വേഗത്തിൽ നടത്തിയതുപോലെ തോന്നുന്നു. അവൻ്റെ മമ്മിയിൽ ഹൃദയം കാണുന്നില്ല. പുരാതന ഈജിപ്തുകാരുടെ വിശ്വാസത്തിൽ ഹൃദയം അത്യന്തം പ്രധാനപ്പെട്ടതാണ്. മരണാനന്തര ലോകത്ത് ഒരാളുടെ ഹൃദയം സത്യത്തിൻ്റെ തൂക്കത്തോടെ താരതമ്യം ചെയ്യും. ഹൃദയം ഇല്ലാതെ ഒരു രാജാവ് മരണാനന്തര ലോകത്തിലേക്ക് എങ്ങനെ പോകും? ഇത് ഇന്നും വലിയ ചോദ്യം തന്നെയാണ്. പിന്നീട് CT സ്കാൻ, DNA പഠനങ്ങൾ ടൂട്ടൻഖാമിനെക്കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞു. അവന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, ക്ലബ്ബ് ഫുട്ട് ഉണ്ടായിരുന്നിരിക്കാം. അവൻ്റെ ടോംബിൽ 100-ലധികം വാക്കിംഗ് സ്റ്റിക്സ് കണ്ടെത്തിയിട്ടുണ്ട്.
അവന് മലേറിയ ഉണ്ടായിരുന്നിരിക്കാം. അതിനാൽ അവൻ്റെ മരണം കൊലപാതകമല്ല, രോഗവും ദൗർബല്യവും അപകട സാധ്യതയും ചേർന്ന ഫലമായിരിക്കാം. പക്ഷേ മനുഷ്യർക്ക് സാധാരണ വിശദീകരണം മതിയാകില്ല, അവർക്ക് മിസ്റ്ററി വേണം. അതിനാലാണ് ടൂട്ടൻഖാമുൻ ഇന്നും ജീവിക്കുന്നത്. അപ്പോൾ ഫറവോൻ്റെ ശാപം സത്യമാണോ? ശാസ്ത്രം പറയുന്നത് തെളിവില്ല, പക്ഷേ മനുഷ്യരുടെ മനസ്സിൽ അത് ഇന്ന് ജീവിക്കുന്നു. കാരണം ഈ കഥയിൽ എല്ലാമുണ്ട്. ഒരു ചെറുപ്പക്കാരൻ രാജാവ്, 3000 വർഷം അടഞ്ഞു കിടന്ന ടോംബ്, അകത്ത് നിറഞ്ഞ സ്വർണം, തുടർന്ന് വന്ന മരണങ്ങൾ, കാണാതായ കേഴ്സ് ഇൻസ്ക്രിപ്ഷൻ, കേടായ മമ്മി, മറ്റെല്ലാത്തിനും അപ്പുറം മനുഷ്യന് ഇന്നും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ഭയം. മരിച്ചവരുടെ ലോകം ഡിസ്റ്റർബ് ചെയ്താൽ എന്ത് സംഭവിക്കും? ശാപം യാഥാർത്ഥ്യമല്ലായിരിക്കാം, പക്ഷേ ആ ചോദ്യമാണ് ഇന്നും മനുഷ്യരെ ഈ കഥയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. ആധുനിക ശാസ്ത്രം കോസ്മിക് റേസ് ഉപയോഗിച്ച് പിരമിഡിനുള്ളിലെ ശൂന്യ സ്ഥലങ്ങൾ കണ്ടെത്തി. മൗണ്ട് ഡിറ്റക്ഷൻ ഉപയോഗിച്ച് കല്ലിനുള്ളിൽ മനുഷ്യർക്ക് കാണാനാകാത്ത വോയിഡ് കണ്ടെത്തി. ഗ്രാൻഡ് ഗാലറിക്ക് മുകളിൽ വലിയൊരു ശൂന്യ സ്ഥലം കണ്ടെത്തി. അതിനെ സ്കാൻ പിരമിഡ്സ് ബിഗ് വോയിഡ് എന്ന് വിളിക്കുന്നു. അതിൽ ആരും പ്രവേശിച്ചിട്ടില്ല. അതിനകത്ത് എന്താണെന്ന് നമുക്കറിയില്ല. നിധിയുണ്ടെന്ന് തെളിവില്ല, മമ്മിയുണ്ടെന്നും തെളിവില്ല. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, അറിയാത്ത എന്തോ. അതാണ് മനുഷ്യനെ വീണ്ടും വീണ്ടും പിരമിഡിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഫറവോൻ്റെ ശാപം സത്യമാണോ? ശാസ്ത്രം പറയുന്നത് അതിന് തെളിവില്ല എന്നാണ്. കാർണവോറിൻ്റെ മരണം സ്വാഭാവിക കാരണങ്ങളായിരിക്കാം. ഹൊവാർഡ് കാർട്ടർ പോലും വർഷങ്ങളോളം ജീവിച്ചു, പക്ഷെ ശാപം മരിച്ചിട്ടില്ല. കാരണം അത് കല്ലുകളിലല്ല, മനുഷ്യൻ്റെ മനസ്സിലാണ്. പിരമിഡുകൾ നമ്മെ ശപിച്ചിട്ടില്ലായിരിക്കാം, പക്ഷേ അവ ഇന്നും ഒരു ചോദ്യം ബാക്കി വയ്ക്കുന്നു. അകത്ത് ഇനിയും എന്താണ് മറഞ്ഞിരിക്കുന്നത്?